ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈറ്റ് എന്ന വേർബാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇറഗുലർ വേർബ് ആണ്. ഇറഗുലർ വേർബ് എന്ന് പറഞ്ഞാൽ അത് ഒരു വേർബ് അതിൻ്റെ പാസ്റ്റ് ടെൻസും അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാതെ അതൊന്നും ബാധകമല്ലാത്ത ചില വേർബ്സ് ഉണ്ട്. അതാണ് ഇറഗുലർ വേർബ്സ്. അത്തരത്തിൽ ഒരു ഇറഗുലർ വേർബ് ആണ് ഈറ്റ്. ഈറ്റ് എന്നാൽ കഴിക്കുക, ഭക്ഷിക്കുക എന്നൊക്കെയാണ് മീനിങ്. ഈറ്റ് എന്നത് പ്രസൻറ്റ് ടെൻസ് ഫോം, അതല്ലെങ്കിൽ V1 ഫോമാണ്. ആ വേർബിൻ്റെ ബേസ് ഫോം ആണ് കഴിക്കുക. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ് എയ്റ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം ഈറ്റൻ എന്നാണ്. അപ്പോൾ ഈറ്റ് V1 ഫോം, എയ്റ്റ് V2 ഫോം, ഈറ്റൻ V3 ഫോം. ഈറ്റ് എന്നത് കഴിക്കുക, എയ്റ്റ് എന്നാൽ കഴിച്ചു, ഈറ്റൻ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസിലാണ്. കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടാകും, അതല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉപയോഗിക്കാൻ ചില ഹെൽപ്പിംഗ് വേർബ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരം മീനിങ്സിലും ഈറ്റ് ഉപയോഗിക്കാം. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വാട്ട് ഡു യു ഈറ്റ്? വാട്ട് ഡു യു ഈറ്റ്? ഇത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു ഈറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ കഴിക്കാറുള്ളത്? ഇനി വാട്ട് ഡു യു ഈറ്റ് ഫോർ ഡിന്നർ എന്ന് ചോദിച്ചാൽ ഡിന്നറിന് നിങ്ങൾ എന്താണ് കഴിക്കാറുള്ളത്? വാട്ട് ഡു യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത്? അപ്പോൾ വാട്ട് ഡു യു ഈറ്റ്? ഈറ്റ് എന്ന V1 ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡു എന്ന ഹെൽപ്പിംഗ് വേർബും ഉപയോഗിച്ചു. അതിന് എന്താ ആൻസർ പറയുക? ഐ ഈറ്റ് ബ്രെഡ് ടോസ്റ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഈറ്റ് ഇഡ്ലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഈറ്റ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയൊക്കെ പറയാം. ഈറ്റ് എന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. കഴിക്കാറുള്ളത്, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എവരിഡേ ആക്ടിവിറ്റി. ഇനി പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് യു ഈറ്റ്? വാട്ട് ഡിഡ് യു ഈറ്റ് ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ്? ഡിഡ് ആണ് അവിടെ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ V1 ഫോം. വാട്ട് ഡിഡ് യു ഈറ്റ് ലാസ്റ്റ് നൈറ്റ്? എന്താണ് നിങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചത്? അതിനെങ്ങനെ ആൻസർ പറയുക? ഐ എയ്റ്റ് ചപ്പാത്തി. ഞാൻ ചപ്പാത്തി കഴിച്ചു. ഐ എയ്റ്റ് റൈസ്. ലാസ്റ്റ് നൈറ്റിൽ നിങ്ങൾ എന്താണ് കഴിച്ചത്? അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ഫോം ആണ് വേണ്ടത്. അതുകൊണ്ട് ഐ എയ്റ്റ് V2 ഫോം ഉപയോഗിച്ചു. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു ഫോം നോക്കാം. ഹാവ് യു ഈറ്റൺ എനിത്തിങ്? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ, കഴിച്ചിട്ടുണ്ടോ എന്നാണ്. ഹാവ് യു ഈറ്റൺ എനിത്തിങ്? അവിടെ ഈറ്റൺ അത് V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഈറ്റ്. ഹാവ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്. ഹാവ് യു ഈറ്റൺ എനിത്തിങ്? അപ്പോൾ നമുക്ക് പറയാം ഐ ഹാഡ് ചപ്പാത്തി. ഞാൻ ചപ്പാത്തി കഴിച്ചു. നമുക്കവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. ഐ ഹാഡ് ചപ്പാത്തി മീൻസ് ഐ എയ്റ്റ് ചപ്പാത്തി. ഐ ഹാഡ് എ സാൻഡ്വിച്ച്. ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചു. ഐ എയ്റ്റ് എ സാൻഡ്വിച്ച് എന്നാണ് അതിനർത്ഥം. ഹാഡ് എന്നുപയോഗിച്ചിരിക്കുന്നത് എയ്റ്റ് എന്നതിൻ്റെ സെയിം മീനിങ് തന്നെയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്? വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്? എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ്? ഐ ലൈക്ക് ടു ഈറ്റ് ചപ്പാത്തി. ഐ ലൈക്ക് ടു ഈറ്റ് ബർഗേഴ്സ്. എനിക്ക് ബർഗേഴ്സ് കഴിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ഈറ്റ് ചൈനീസ് ഫുഡ്. എനിക്ക് ചൈനീസ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? ഇത് ഡിഫറൻ്റ് ആണ്. കാരണം വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്
എന്ന് ചോദിച്ചാൽ ഒരു ചോയ്സാണ് അവിടെ. കാരണം കുറച്ച് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. സാൻഡ്വിച്ചോ സമോസയോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം എന്നാണ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? അപ്പോൾ വാട്ട് ഡു യു ലൈക്ക് ടു ഈറ്റ് എന്ന് ചോദിക്കുന്നതും വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് എന്ന് ചോദിക്കുന്നതും വ്യത്യാസം ഉണ്ട്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു മേക്കിംഗ് എ ചോയ്സ് ആണ്. അതിന് എന്താ ആൻസർ പറയുക? ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് സമോസാസ്, അതല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് സാൻഡ്വിച്ചസ്. എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാനാണ് ഇഷ്ടം. ഇനി നമുക്ക് ഒരു ലൊക്കേഷനെ പറ്റി, എവിടെ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിക്കില്ലേ? വേർ വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വേർ, അത് എവിടെ, ലൊക്കേഷനാണ് അവിടെ, സ്ഥലം. ഒരു സ്ട്രീറ്റിലേക്ക് ചെന്നിട്ട് അവിടെ ഒരുപാട് പലതരം ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സ് കാണുന്നു. ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അങ്ങനെ പലതും കാണുന്നു. വേർ വുഡ് യു ലൈക്ക് ടു ഈറ്റ്? വേർ വുഡ് യു ലൈക്ക് ടു ഈറ്റ് എന്നാണ്. എവിടെ നിന്ന് കഴിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? അവിടെയും ഒരു ചോയ്സ് ഉണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് അറ്റ് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. ആ ന്യൂ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. വേർ വുഡ് യു ലൈക്ക് ടു ഈറ്റ്? ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് അറ്റ് ദാറ്റ് ന്യൂ റെസ്റ്റോറൻറ്റ്. പിന്നെ നമുക്ക് പല കാര്യങ്ങളിലും പലപ്പോഴും ഒരു വേർബിൻ്റെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതിന് എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് ഈറ്റ്. ഈറ്റ് എന്നത് പോസിറ്റീവ് ഫോം ആണല്ലോ. ഐ ഡോണ്ട് ഈറ്റ് ബീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ബീഫ് കഴിക്കാറില്ല. അവിടെ ഐ ഡോണ്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് കഴിക്കാറില്ല എന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കഴിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ മതപരമായ കാര്യങ്ങളാവാം. നമുക്കത് കഴിക്കാറില്ല. ഐ ഡോണ്ട് ഈറ്റ് ബീഫ്. ഇനി ഐ കോണ്ട് ഈറ്റ് പീനട്ട്സ്. എനിക്ക് പീനട്ട്സ് കഴിക്കാൻ പറ്റില്ല. ഐ കോണ്ട് ഈറ്റ് പീനട്ട്സ്. അവിടെ ഐ കാണ്ട് ഈറ്റ് പീനട്ട്സ്. കാണ്ട്, കനോട്ട്. ഐ കാണ്ട് ഈറ്റ് പീനട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പീനട്ട്സ് കഴിക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് റീസൺസ് ആവാം. നമ്മൾക്കത് കഴിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളതിന് അലർജിക് ആവാം. അതുകൊണ്ടാണ് ഐ കാണ്ട് ഈറ്റ് പീനട്ട്സ്. ഐ ഡോണ്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറില്ല. ഐ കാണ്ട് ഈറ്റ് മീൻസ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി ഐ വോണ്ട് ഈറ്റ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല. അത് നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ നിരസിക്കുന്നതാണത്. ഐ വോണ്ട്. വോണ്ട് മീൻസ് ഐ വിൽ നോട്ട്. ഞാനത് കഴിക്കില്ല. ഐ വോണ്ട് ഈറ്റ് ചിക്കൻ. അപ്പോൾ ഡോണ്ട് എന്നത് നെഗറ്റീവ് ഫോമാണ്, ഡു നോട്ട്. കാണ്ട് എന്ന് പറഞ്ഞാൽ കനോട്ട്. വോണ്ട് എന്ന് പറഞ്ഞാൽ വിൽ നോട്ട്. ഡോണ്ട്, കാണ്ട്, വോണ്ട് ഇതൊക്കെ നെഗറ്റീവ് ഫോംസ് ആണ്. ഇനി കമാൻഡിൻ്റെ രൂപത്തിൽ കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ വേഗം കഴിച്ചു തീർക്കൂ എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ഈറ്റ് അതൊരു കമാൻഡാണ്. ഈറ്റ് അപ്പ്. ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ വേഗം കഴിച്ചു തീർക്കൂ. ഈറ്റ് അപ്പ്. അതുപോലെ ഈറ്റ് ഔട്ട്, പുറത്തു പോയി ഭക്ഷണം കഴിക്കൂ. ഈറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം കഴിക്കൂ. ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതാണ് ഈറ്റ് ഔട്ട്. അതേസമയം ഈറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ ഈറ്റ് അറ്റ് ഹോം, വീടിനകത്ത്, വീട്ടിൽ. ഇനി ഹൗ ഡു യു ഈറ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ കഴിക്കാറുള്ളത്? പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ ഫോർക്ക് ഉപയോഗിച്ച് ഫുഡ് കഴിക്കും, അതല്ലെങ്കിൽ കൈകൊണ്ട് കഴിക്കും. അപ്പോൾ ഹൗ ഡു യു ഈറ്റ് എന്ന് ചോദിച്ചാൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കാറുള്ളത് എന്നാണ്. ഐ ഈറ്റ് വിത്ത് എ ഫോർക്ക്, അങ്ങനെ പറയാം. ഞാൻ ഫോർക്ക് കൊണ്ടാണ് കഴിക്കാറുള്ളത്. അതല്ലെങ്കിൽ ഐ ഈറ്റ് വിത്ത് മൈ ഹാൻഡ്സ്, ഞാൻ എൻ്റെ കൈകൾ കൊണ്ടാണ് കഴിക്കാറുള്ളത്. ഇനി ഹൗ ഡു യു ഈറ്റ് നൂഡിൽസ് എന്ന് ചോദിച്ചാൽ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടൊരു ഫുഡ് ഐറ്റം പറയുകയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ കഴിക്കാറുള്ളത്? ഹൗ ഡു യു ഈറ്റ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഐ ഈറ്റ് ഇറ്റ് വിത്ത് എ ഫോർക്ക്, ഐ ഈറ്റ് ഇറ്റ് വിത്ത് മൈ ഹാൻഡ്സ് എന്ന് പറയും. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഐ ഈറ്റ് ചപ്പാത്തി വിത്ത് മൈ ഹാൻഡ്സ്, ഐ ഈറ്റ് നൂഡിൽസ് വിത്ത് എ ഫോർക്ക്.
മനസ്സിലായില്ലേ? അപ്പോൾ ഈറ്റ് എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ ഇന്ന്?